അതെ, ശോഭന. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വിഷയമാണ്, അതായത് ചേച്ചിയെ ഇതെല്ലാം നമ്പറുമാണ് ഇടനിലക്കാരനായിട്ട് ഉപയോഗിക്കാറുണ്ട്. CPM നേതാവിനെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന് ഇടനിലക്കാരനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ ലീഡറെ ഡൽഹിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുമ്പോൾ ആ വലിയ ലീഡർക്ക് വലിയൊരു പോസ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ദല്ലാൾ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും. അതല്ല, അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പിന്നീടാണല്ലോ ദല്ലാളിന്റെ ബോധ്യപ്പെടുന്നത്. അത് അവനോട് ചോദിച്ചാൽ മതി, ദല്ലാളിനോട് ചോദിച്ചാൽ മതി. അല്ല, അത് ദല്ലാളിനോട് ചോദിച്ചാൽ മതി, അയാളല്ലേ പറയേണ്ടത്. അല്ല, ദല്ലാൽ നന്ദകുമാർ പറയട്ടെ, അയാളാണല്ലോ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് ദല്ലാൾ കാണാൻ വന്നത്, എന്തിനാണ് എന്നെ പരിചയം സ്ഥാപിച്ചത്? അല്ല, അത് ഉത്തരം അയാളാണ് പറയേണ്ടത്. ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കാണാനല്ല പോയത്. നോക്കൂ, ദല്ലാൽ നന്ദകുമാർ ഒരു ഡീലർ മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ അതല്ല, ഒരു പൊതുപ്രവർത്തകയും ഈ പൊതുമണ്ഡലത്തിൽ 19 കൊല്ലമായി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തിക്കുന്ന ആൾക്ക് എനിക്ക് നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അക്കൗണ്ടബിലിറ്റി അല്ലല്ല, എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാ പോരെ, ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു 22 ലക്ഷത്തിന്റെ ഭൂമി വിറ്റിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ല, ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ തേടിപ്പോയതല്ല. എന്റെ ചേച്ചിയുടെ മകന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഭൂമി വാങ്ങാൻ ദല്ലാൽ നന്ദകുമാറാണ് ആവശ്യം പ്രകടിപ്പിച്ചത്. ഒരാഴ്ചക്കകം ഞാൻ ഈ ഭൂമി വാങ്ങാം. കാരണം അതെ, ഞാൻ എന്തുകൊണ്ടാ പറയുന്നത്, അവിടെ തന്നെ പലചരക്ക് കട നടത്തുന്ന ലത്തീഫുക്ക എന്ന് പറയുന്ന ഓട്ടുപാറയിലെ ഒരാൾ ഈ ഭൂമി നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതേ സമയത്താണ് ഈ നന്ദകുമാർ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനും അദ്ദേഹവുമായിട്ട്, അപ്പോ ലത്തീഫുക്ക എന്നോട് പറയുകയാണ് ഞാനത് 1.25 വാങ്ങാം. അപ്പൊ ഞാൻ പറയണേ, ഇക്ക അത് പറ്റില്ല, കാരണം ഞാൻ 1.90 വാങ്ങിയ ഭൂമിയാണ്. അപ്പൊ എന്റെ വാങ്ങിയതിന് ശേഷം അതിന് ചുറ്റും 1.80 1 രൂപ 1.80 വെച്ച് ഞാൻ കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കയോട് പറയുകയാണ്, ഇത് പറഞ്ഞു കേട്ടപ്പോഴാണ് ദല്ലാൾ പറയുന്നത് എന്റെ കാറിലിരിക്കുന്നുണ്ടല്ലോ പൈസ, ഞാൻ തരാമല്ലോ പൈസ, ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? പൈസ വാങ്ങേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ ഭൂമി വാങ്ങുക, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. എന്ത് തെറ്റാണിത്? ഇതാണോ അയാളിപ്പോ ഈ ഇലക്ഷന്റെ തലേ ദിവസം വന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാകുമ്പോ BJPയിലേക്ക് വാല്യൂ ഉള്ള ഒരാളെ കൊണ്ടുവരുന്ന ഒരാൾ പറഞ്ഞാൽ അത് അയാൾ എത്ര ഫ്രോഡായാലും അയാളുടെ കൈ പിടിക്കുക എന്നുള്ളത് എന്ത് ധാർമ്മികതയാണുള്ളത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആളെ കൊണ്ടുവരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ കൈ പിടിച്ചു. അയാളുടെ കൈ പിടിക്കുകയും കാല് പിടിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കള് ആദ്യം അന്വേഷിക്കേണ്ടത് രാമനിലയത്തില് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മുറിയിലേക്ക് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി ലീഡർ വന്നോ? അവിടെ ഇരുന്നു കൊണ്ട് ഞാനുമായിട്ട് സംസാരിച്ചോ? അന്നത്തെ ദിവസം അവിടെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു? മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെ മറ്റാരാണ് അവിടെ ഉണ്ടായിരുന്നത്? അന്വേഷിക്കണ്ടേ? ആണ്. ഏത് മൈക്ക്? അതെനിക്കറിയില്ല. മൈക്ക് കേടായോ എന്ന് എനിക്കറിയില്ല. മൈക്ക് കേടായ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ കേരളം ഞെട്ടുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരാൾ BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.